മിസ്റ്റർ ജിൻഡോ, പേരാമ്പ്രയും പയ്യന്നൂരും നിങ്ങൾ ഇന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. എന്താണെന്ന് വിശദീകരിക്കാം. പേരാമ്പ്രയിലെ UDFന്റെ സ്ഥാനാർത്ഥി ശ്രീമതി ഫാത്തിമ തഹ്ലിയ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. സ്മൃതി, ആ ഭയമുള്ളതുകൊണ്ടാണ് CPMന്റെ നേതൃത്വത്തിൽ തന്നെ ഗൂഢാലോചന നടത്തി വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ പ്രചരണവാചകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. കുറേ കാലം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ റിബേഷ് അടക്കമുള്ള DYFI നേതാക്കന്മാർക്കെതിരെ എന്ത് നടപടി ഈ സർക്കാർ സ്വീകരിച്ചു? അത് പ്രചരിപ്പിച്ച KK ലതിക അടക്കമുള്ള മുൻ MLA അടക്കമുള്ള ആളുകൾ അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ അതേ മനോഗതി തന്നെയാണ് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരെ ഇപ്പോൾ വർഗീയ പരാമർശം നടത്തിക്കൊണ്ട് അവർ പ്രചരണം നടത്തുന്നതിൻ്റെ പുറകിലുള്ളത്. ഇനിയും ഇവിടെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇത് കണ്ടിട്ടില്ല. അരുൺകുമാറിൻ്റെ ഒരു പ്രശ്നം ദേശാഭിമാനിയും കൈരളിയും മാത്രം കാണുന്നതുകൊണ്ട് കേരളത്തിൽ വേറെയും ചാനലുകളും പത്രങ്ങളും ഉണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി കാണണം. ഒരു സ്ഥലത്തേക്ക് മാത്രം നോക്കിയിരുന്നാൽ പോരാ. പയ്യന്നൂരിലെ വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി കള്ളവോട്ട് ചേർക്കുന്നതിനെ കുറിച്ചുള്ള ആക്ഷേപവും അദ്ദേഹം കേട്ടിട്ടില്ല. ഈ കണ്ണൂർ, കോഴിക്കോട് ജില്ലയുടെയൊക്കെ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. മരിച്ചവർ പോലും നിരന്ന് നിന്ന് ക്യൂ നിന്ന് CPMന് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അരുൺകുമാറിനൊന്നും അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കള്ളവോട്ടിൻ്റെ ഏറ്റവും വലിയ PhD എടുത്ത ആളുകളാണ്. ഈ കള്ളവോട്ടും ഇരട്ട വോട്ടും ഒക്കെ വ്യാജ വോട്ടൊക്കെ ചേർക്കാൻ വേണ്ടി BJPക്കാർ കണ്ടുപഠിച്ചത് കേരളത്തിലെ CPMകാരെയാണ്. അതുകൊണ്ട് SIRമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ, ഇവിടെ ഇരട്ട വോട്ടിനെ കുറിച്ചുള്ള ആക്ഷേപം വന്നപ്പോൾ, വോട്ട് ചോരിയെക്കുറിച്ചുള്ള ആക്ഷേപം വന്നപ്പോൾ പിണറായി വിജയൻ വോട്ട് ചോരിയെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല. കാരണം എന്താ? പണ്ട് പതിറ്റാണ്ടുകൾ മുമ്പേ ഈ പണി ചെയ്ത് ശീലിച്ച ആളുകളാണ് ഇവരെ കണ്ടാണ് BJP ഇത് ചെയ്തത്. ഇനി ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞല്ലോ. വിലക്കയറ്റം, രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം, പട്ടിണി, ദാരിദ്ര്യം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, സകല നികുതി ഭീകരതയും. അപ്പോൾ സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ ശബരിമല വരെ കൊള്ളയടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എല്ലാ ജനകീയ പ്രശ്നങ്ങളും തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ മറ്റേ പഠന സഹായം കൊടുക്കുന്നതിനെ മോശപ്പെട്ട കാര്യമാണെന്നാണ് ഇവിടെ സജീവൻ സാറിനെ പോലുള്ള ആളുകൾ ഒബ്സർവ് ചെയ്യുന്നത്. ആ പെൺകുട്ടികൾക്ക് ആത്മാഭിമാന ബോധത്തോടെ പഠിക്കാൻ പോകാനാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള ഫെലോഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് നവകേരള ഫെലോഷിപ്പിൻ്റെ പണം കിട്ടാതെ വന്നപ്പോൾ അവർ സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും ഫുഡ് ഡെലിവറി ഓടാൻ പോയാണ് അവർ പഠനവും റിസർച്ച് നടത്തിയത്. എൻ്റെ കയ്യിൽ രേഖകളുണ്ട്, ഞാൻ പറയാം, അതിൻ്റെ വിവരങ്ങളുണ്ട്. അപ്പോൾ ആ കാലത്ത് ഞങ്ങൾ പെൺകുട്ടികൾക്ക് പഠിക്കാൻ ആത്മാഭിമാന ബോധം കൊടുക്കുന്ന 1000 രൂപ കൊടുക്കുന്നത് പൊതുഖജനാവിൽ നിന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലേ ഈ സർക്കാർ സംവിധാനങ്ങൾ പിരിച്ചുവിടണമെന്നേ. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ പണം കൊടുക്കാൻ പോലും നമുക്ക് സംവിധാനം ഇല്ലെങ്കിൽ ഈ പരിപാടി വേണ്ടെന്ന് വെക്കണം. സാധാരണ 5 ലക്ഷം യുവജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്ന നാടായത്. വനിതകളുണ്ട്, പുരുഷന്മാരുണ്ട്. അല്ല, ഒരു മിനിറ്റ്, കണക്ട് വർക്ക് താങ്കൾ കേട്ടു. താങ്കളൊന്നും മിണ്ടാതിരിക്കുന്നത്. ഞങ്ങൾ യുവജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്ന എന്താലമ്പാണ് അരുൺകുമാർ. താങ്കൾ നമ്മൾ എത്ര കാലം ഈ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചിട്ട് ഞങ്ങൾ UP ഇന്നലെ താങ്കളുടെ ഒരു സഹോദരൻ വന്നിരുന്നു പറഞ്ഞിരുന്നു. കൈരളിയും ദേശാഭിമാനിയും പത്രം വായിക്കുന്ന താങ്കളുടെ ഒരു സഹോദരൻ ഇന്നലെ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതിൽ ഇന്ന് വീണ്ടും വേറെ വാദവുമായി അദ്ദേഹം വന്നിട്ടുണ്ട്. അത് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ജിൻഡോ പറഞ്ഞു. ഒരുപാട് വാദം വരും, ഞങ്ങൾക്കറിയാം. ശരി ജിൻഡോ, ഞാനൊന്ന് പറയട്ടെ. ഞങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചിട്ട് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ കോൺഗ്രസ് മത്സരിച്ച സമയത്ത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയപ്പോൾ അത് ആർക്കും വിശ്വാസയോഗ്യമായിരുന്നില്ല. പക്ഷേ UPA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തൊഴിലുറപ്പ് നിയമം നടപ്പാക്കി ഇന്ന് ഒരു വർഷം 90,000 കോടി രൂപയുടെ ഒരു ബജറ്റ് വിഹിതം വെക്കുന്ന ഒരു പദ്ധതിയായിട്ട് മാറി. ലോകം മുഴുവൻ തകർന്നപ്പോഴും സാമ്പത്തിക രംഗത്ത് ഈ രാജ്യത്തെ പിടിച്ചു നിർത്താൻ തൊഴിലുറപ്പ് പോലെയുള്ള പദ്ധതിക്ക് നടന്നു. അത് നിയമമാക്കപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ വിശ്വാസമില്ലാത്ത ആളുകൾ ഇതൊന്ന് പരിശോധിച്ചാൽ മതി. ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ, 80 രൂപയ്ക്ക് ചിക്കൻ കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുക്കാൻ പറ്റിയോ? എല്ലാ വീട്ടിലും ലാപ്ടോപ്പ് കൊടുക്കാൻ പറഞ്ഞു. ഇവർ കൊടുക്കാൻ പറ്റിയോ? വയനാട്, ഇടുക്കി, കുട്ടനാട് പാക്കേജ് ഇവർ പ്രഖ്യാപിച്ചു. നടപ്പാക്കാൻ പറ്റിയോ? പ്രവാസികൾക്ക് 6 മാസത്തെ സാലറി കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ പറ്റിയവർക്ക് അത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ ഒരു വാഗ്ദാനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് പറ്റിയില്ല. 3.5 ലക്ഷം വീട്ടമ്മമാർക്കല്ല, എല്ലാവർക്കും കൊടുക്കണമെന്നേ. 64 ലക്ഷം മനുഷ്യർക്ക് പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ക്ഷേമ പെൻഷൻ കിട്ടാതെ വന്ന ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നു? മനുഷ്യർ ആത്മഹത്യ ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? PSC റാങ്ക് ലിസ്റ്റിലുള്ള ചെറുപ്പക്കാർക്ക് 1ാം റാങ്കുള്ള ജോലി കൊടുക്കാൻ പറ്റാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. നിങ്ങൾ പെൻഷനല്ല കൊടുക്കേണ്ടത്, ജോലിയാണ് കൊടുക്കേണ്ടത്. സമയം പൂർണ്ണമായി. Debate with Smriti Parittikad.